അവഹേളിച്ച് പ്രസംഗം നടത്തിയ CPM നേതാവിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന് വനിതാ ലീഗ്. അല്ലെങ്കിലും CPM നേതാക്കളൊക്കെ നാക്കിന് ലൈസൻസ് ഇല്ലാതെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നവരാണെന്ന് ചില വ്യക്തികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന്റെ പല ഉദാഹരണങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം സമൂഹം കണ്ടതുമാണ്. MM മണിയുടെ പ്രസ്താവനയാണ് അതിൽ എടുത്തു പറയേണ്ട ഒന്ന്. അതിന്റെ അലയൊലികൾ ഏകദേശം ശമിക്കുമ്പോഴാണ് മലപ്പുറം തെന്നലയിൽ സ്ത്രീകളെ അവഹേളിച്ച് പ്രസംഗിച്ച CPM നേതാവ് സയ്യിദ് അലി മജീദിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്നും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും വനിതാ ലീഗ് ജില്ലാ നേതാക്കൾ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുമുണ്ട്. വീടുകളിൽ കയറി സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളെ പ്രദർശന വസ്തുവാക്കി വോട്ട് തട്ടാനുള്ള തന്ത്രമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്ത സംസ്ഥാനത്തിൽ വനിതകളെ ഈ രീതിയിൽ പരസ്യമായി അപമാനിച്ച CPM നേതാവ് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. കേസെടുത്താലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് പ്രസംഗിച്ചതോടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണെന്നും ആരോപിച്ചു. അതേസമയം പെൻഷൻ വാങ്ങി ജനങ്ങൾ നന്ദികേട് കാണിച്ചെന്ന CPM നേതാവ് MM മണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി RSP നേതാവ് AA അസീസ് രംഗത്തെത്തിയിരുന്നു. പെൻഷൻ വാങ്ങി നന്ദികേട് കാണിച്ചെന്ന് പറയാൻ MM മണിയുടെ തന്തയുടെ വകയാണോ ഇതെന്നാണ് അസീസ് ചോദിച്ചത്. DCCയിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നടത്തിയത്. സംഭവം വിവാദമായതോടെ ആ വിവാദ പരാമർശം MM മണി പിൻവലിച്ചിരുന്നു. പാർട്ടിയുടെ തിരുത്തലിനെ അംഗീകരിക്കുന്നെന്നും ആ സമയത്തെ മാനസിക അവസ്ഥയിൽ പറഞ്ഞതാണെന്നും MM മണി വ്യക്തമാക്കി. MA ബേബി പറഞ്ഞതാണ് പാർട്ടിയുടെ നിലപാട്. അങ്ങനെ ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നുവെന്നും മണി വ്യക്തമാക്കി. ജനങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പണി തന്നുവെന്നായിരുന്നു മണി LDF തോൽവിക്ക് പിന്നാലെ പ്രതികരിച്ചത്. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചിട്ട് ഏതോ നൈമിഷികമായ വികാരത്തിന്റെ പേരിൽ വോട്ട് ചെയ്തു, നന്ദികേട് കാണിച്ചു. ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചിട്ട് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ശബരിമല വിഷയത്തിൽ ഒന്നുമല്ലെന്നേ, അതിൽ നമ്മൾ എന്നാ ചെയ്തത്? രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും വലിയ വിഷയമായിരുന്നില്ല. ഞങ്ങൾ ഒരിക്കലും ഈ വിധി പ്രതീക്ഷിക്കാത്തതാണ്. സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും പരിശോധിക്കും. അത് പരിശോധിക്കാതെ എന്തെങ്കിലും പറയുന്നതിൽ കാര്യമില്ല എന്നായിരുന്നു മണിയുടെ വിവാദമായ പ്രസ്താവന. അതിനിടെ MM മണിയുടെ പരാമർശം തള്ളി മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തിയിരുന്നു. MM മണിയുടേത് സ്വാഭാവിക ശൈലിയാണ്. തൊഴിലാളി വർഗത്തിന്റെ നേതാവാണ് മണിയെന്നും മണി അത് പറയാൻ പാടില്ലായിരുന്നുവെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.